ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്തൊരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ശരണ്യെ കാണാൻ വേണ്ടിയിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് അലീന ചെല്ലാണ്. നെടുമ്പുരക്കിൽ നിന്നാണ് അലീന വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ അലീനയ്ക്ക് അവിടെ നേരിടേണ്ടി വരുന്നത് ക്രൂരായിട്ടുള്ള വർത്തമാനങ്ങളും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ അലീനയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അലീനയെ രക്ഷിക്കുന്നത് ഓട്ടോറിക്ഷ ഷാജി ആയിരിക്കും കേട്ടോ. ശരണ്യയുടെ സഹോദരന്മാര് മണ്ണെണ്ണ ഒഴിച്ചു വരെ അലീനയെ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അലീനയെ രക്ഷിക്കുന്നത് ഓട്ടോറിക്ഷ ഷാജിയാണ്. അങ്ങനെ സുരക്ഷിതമായി തിരിച്ച് നെടുമ്പുരയ്ക്കൽ തന്നെ അലീനയെ എത്തിക്കുന്നതും ഓട്ടോറിക്ഷ ഷാജിയാണ് കേട്ടോ. അങ്ങനെ നെടുമ്പുരയ്ക്കൽ എത്തുന്ന അലീനയെ ബാലചന്ദ്രൻ കാണുമ്പോൾ അലീനയുടെ നെറ്റിയിലും മുഖത്തുമൊക്കെ മുറിവുകളും ചതവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് ബാലചന്ദ്രൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സത്യാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ നേരെ അത് മനുവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നൊരു കംപ്ലൈന്റും പോലീസ് സ്റ്റേഷനിൽ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അലീന അറിയുന്നുണ്ടാവില്ല കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത കാര്യമൊന്നും അലീന അറിയുന്നുണ്ടാവില്ല. അങ്ങനെ അലീനയെ കാണാൻ വേണ്ടിയിട്ട് മനു പേടിച്ച് ഓടി വരികയാണ്. കാരണം അലീനയ്ക്ക് എന്താണ് സംഭവിച്ചത്, ആരോടും പറയാതെ അലീന എന്തിനായിരിക്കും അങ്ങോട്ട് പോയത്, എന്നോട് പോലും ഒരു വാക്ക് അവൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ മനു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തിനായിരിക്കും അവൾ അങ്ങോട്ട് പോയത്, എന്താ അവൾക്ക് അതിന്റെ ആവശ്യം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഓടി വരുന്ന മനു ഓടി വരുന്നുണ്ട്. അങ്ങനെ മനു അലീനയെ കാണുകയാണ് കേട്ടോ. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്താ പെട്ടെന്ന് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ മനു പറയുന്നുണ്ട്, പെട്ടെന്നോ, നീ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, ആരോടും ഒന്നും ആലോചിക്കുകയൊന്നും ചെയ്യാതെ നീ എന്തിനാ അങ്ങോട്ട് പോയത്, അതും ഒറ്റയ്ക്ക്. നിനക്ക് ഇവിടുന്ന് ആരെയും കൂട്ടാൻ പറ്റില്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാറുന്നില്ലേ, ഞാൻ വരികയായിരുന്നില്ല അലീനെ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. എന്നോട് പറയാൻ നിനക്ക് എന്താ എത്ര മടി, ഇപ്പോഴും നീ എന്നോട് എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത് അലീന, എന്നെ വിളിച്ച് ഞാൻ വരികയായിരുന്നില്ലേ, ഞാൻ കൂടി ബന്ധപ്പെട്ട ഒരു കേസല്ലേ, അപ്പൊ നിനക്ക് എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ ഒരു ധൈര്യത്തിന്, എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ടൊക്കെ പോയത്, എന്നിട്ട് നിനക്ക് എന്തൊക്കെ നേരിടേണ്ടി വന്നു, ആരുണ്ടായിരുന്നു നിന്റെ രക്ഷയ്ക്ക്, ആരും ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, എല്ലാം ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടോ, ഹരിക്ക് രോഹിത്തിനും വേണ്ടിയിട്ടോ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് അലീനയോട് കുറേ മനു ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പേടിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, സങ്കടാവുന്നുണ്ട്. മനു അലീനോട് ചൂടാവുമ്പോ അലീന പറയുന്നുണ്ട്, മനുവേട്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ, മനുവേട്ട എനിക്ക് പറയാൻ കുറച്ച് സമയം തായോ പറയുമ്പോൾ, നീ എന്താ പറയുന്നത്, പറയേണ്ട സമയത്ത് നീ ഒന്നും പറയുന്നില്ലല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് നീ വിശദീകരിച്ചിട്ട് എന്താ കാര്യം അലീന. മനുവേട്ട, ഞാൻ ശരണ്യെ കാണാൻ വേണ്ടിയിട്ടാ പോയത്, അത് ഹരിക്കോ രോഹിത്തിനോ വേണ്ടി വാദിക്കാനല്ല. ശരണ്യ എന്റെ അനിയത്തിയെ പോലെയല്ലേ, കൃഷ്ണമോളെ പോലും ബബിതയെ പോലെയാണ് എനിക്കിപ്പോ ആ കുട്ടിയും. അവളെ ഒന്ന് കാണാനും അവളെ ഒന്ന് സമാധാനിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ പോയത്, അല്ലാതെ ഹരിക്ക് വേണ്ടിയോ രോഹിത്തിന് വേണ്ടിയോ വാദിക്കാനോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് അവളെ കുത്തി നോവിപ്പിക്കാനോ ഒന്നും അല്ല ഞാൻ പോയത്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അവർക്ക് എന്തായാലും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരിക്കും, അത് അവർ ആരോടെങ്കിലൊക്കെ തീർക്കണ്ടേ. നെടുമ്പുരക്കിൽ നിന്നാണ് ഞാൻ പോയതെന്ന് അറിഞ്ഞപ്പോ അവരത് എന്നോട് തീർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ആരാണ് ശരിക്കും എന്ന് മനസ്സിലാക്കിയപ്പോ അവർക്കത് കുറ്റബോധം ഉണ്ട്, അവർ ചെയ്തതിലൊക്കെ അവർക്ക് കുറ്റബോധം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ രോഹിത്തിന്റെ അനിയത്തിയാണ്, സഹോദരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവരെങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയത്. ഞാൻ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് അതിൽ കുറ്റബോധം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, അങ്ങനെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അത് നിന്റെ ജീവന് പോലും ആപത്താവുമായിരുന്നില്ലേ. നീ എന്താ അലീന അതൊന്നും ചിന്തിക്കാത്തത്, നീ എന്താ നിന്നെ കുറിച്ച് ചിന്തിക്കാത്തത്, നീ എന്തിനാ ബാക്കിയുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, നീ എന്തെങ്കിലും നിന്നെ കുറിച്ചും കൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു മനു വിഷമാവുന്നുണ്ട്. മനുവിന് സങ്കടമാവുന്നുണ്ട് അതൊക്കെ പറയുമ്പോ. അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനുവേട്ടാ, പക്ഷെ ദൈവദൂതനെ പോലെ എനിക്ക് അപ്പോ ഒരാൾ വന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും ഞാൻ അന്ന് അവിടെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി മനുവേട്ടാ. എനിക്ക് തോന്നി അത്രയൊക്കെ സംഭവിച്ചപ്പോ ആരെങ്കിലും കൂട്ടിയിട്ട് പോവായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരെയും വിളിക്കാതിരുന്നത്. പിന്നെ കൊല്ലപ്പള്ളിയിൽ നിന്നാണ്, ഹരിയുടെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുവേട്ടനും അതൊക്കെ നേരിടേണ്ടി വരില്ലേ. ഇതാവുമ്പോ ഇപ്പൊ ഞാന് നെടുമ്പുരക്കിലെ വേലക്കാരിയാണ്, അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ഒന്നും അവരെ നിന്ന് കേൾക്കാനോ കിട്ടാനോ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോ മനു ചോദിക്കുന്നുണ്ട്, ആരാ വന്നത്, ആരാ നിന്നെ രക്ഷിക്കാൻ വന്നത്. അപ്പൊ ഇങ്ങനെ അലീന പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ഞാൻ ഷാജി എന്ന അയാളുടെ പേര്, ഞാൻ ആ ഓട്ടോയിലാണ്
അനാഥാലയത്തേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോകാറ് അങ്ങനെയുള്ള പരിചയമാണെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പൊ മനു പറയുന്നുണ്ട്, അയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താവുമായിരുന്നു, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇനിയെങ്കിലും ആരോടും ആലോചിക്കാതെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് അലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് പിന്നീട് നല്ല ആശ്വസിപ്പിക്കുന്നത് പോലെ മനു സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ മുറിവിലൊക്കെ ഒന്ന് തലോടി നോക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, അപ്പൊ ഒരു വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കുഴപ്പമില്ല, ഞാൻ വരുമ്പോ ക്ലിനിക്കിലൊക്കെ കാണിച്ചു, ഡ്രസ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്, കുഴപ്പമില്ല മനുവേട്ടാ എന്ന് പറയുമ്പോ മനുവിന് സങ്കടമാവുന്നുണ്ട്. മനുവിന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. മനു പറയുന്നുണ്ട്, നിനക്ക് എല്ലാം നിസ്സാരമല്ല അലീന, നീ എല്ലാം നിന്റെ ജീവിതം പോലും നിന്റെ ജീവൻ പോലും നീ ആർക്ക് വേണ്ടിയും പണയം വെക്കാൻ തയ്യാറാണ്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ നിന്റെ ജീവിതത്തെക്കുറിച്ചോ നിന്റെ ആരോഗ്യത്തെക്കുറിച്ചോ നിന്റെ ജീവനെ കുറിച്ചോ ഒട്ടും പേടിയില്ല അല്ലെ നിനക്ക്? നീ ഒട്ടും ചിന്തിക്കുന്നില്ല അല്ലെ അതിനെ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ തന്റെ മുഖത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് ആശ്വസിപ്പിക്കുന്ന പോലെ അവളുടെ മുറിവിലൊക്കെ തലോടി അവളുടെ തലയിലൊക്കെ തലോടുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ വിഷമിക്കണ്ട, മനുവേട്ടന് വിഷമാവുന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനെ വിളിച്ച് ഒന്നും പറയാതിരുന്നത്. മനുവേട്ടന് ഒന്നും ടെൻഷൻ ആവണ്ട. ഞാൻ എനിക്ക് എനിക്ക് ഒരിക്കൽ കൂടി അവിടെ പോകണമെന്നുണ്ട്, ശരണ്യോട് സംസാരിക്കണമെന്നുണ്ട്. എനിക്കതിന് നേരെ പറ്റിയില്ല, അവരെന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇനി പോകുമ്പോൾ ഞാൻ മനുവേട്ടനെയും കൂട്ടിയിട്ടേ പോവുള്ളൂ. എനിക്ക് ശരണ്യോട് സംസാരിക്കണം മനുവേട്ട. അവളിങ്ങനെ അടച്ചിട്ടിരുന്ന എങ്ങനെ ശരിയാവുക? ആ കുട്ടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടേ? അതിന് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ അവരെ രക്ഷിക്കാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷ അനുഭവിച്ചില്ലേ മതിയാവൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പൊ മനു പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ വരാം, അതല്ല ആ സമയത്ത് നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ ആരോടും ആലോചിക്കാതെ നീ ഒരു ദിവസം ഇറങ്ങി പോയെന്ന് വരാന്ന് പറയുമ്പോ അതിന് പറയുന്നുണ്ട്, ഇല്ല ഇനി പോകുമ്പോ ഞാൻ മനുവേട്ടനെയും കൂട്ടിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മനു ഓടി എത്തുന്നത് തന്നെ അലീനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയെന്ന് അറിയുമ്പോഴാണ് കേട്ടോ. അലീനനെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് മനു പെട്ടെന്ന് ഓടിയെത്തുന്നത്. അപ്പൊ ഇവരുടെ ഈ കോംബോ, ഇവർ തമ്മിലുള്ള ഇഷ്ടങ്ങൾ കാണിക്കുന്ന കുറെ എപ്പിസോഡ്സ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്